ഇതിപ്പോൾ ഒരു യെല്ലോ സ്ട്രോബെറി പേരാണ്. ഇതിപ്പോൾ കായ്ച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കായ്ച്ചിരുന്നു, കുറേ കായ്ഫലം കിട്ടിയിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കായ്ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 1 വർഷമെങ്കിലും കഴിയണം കേട്ടോ. അപ്പോഴൊക്കെയാണ് നമുക്ക് ഇതിന് കായ്ഫലം കിട്ടുക. ഇതേപോലെ ജപ്പാൻ റെഡ് ഡയമണ്ട് പേരക്ക എന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂവ് കൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അതിന് നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നില്ല. അത് ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ആദ്യമായിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വെറൈറ്റിയാണ് പേരക്ക ഇനങ്ങൾ. അപ്പോൾ പേരക്ക ഇനങ്ങൾ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് നമുക്ക് ഏതാണ് ബെസ്റ്റ് 10 പേരക്ക ഇനം, അതേപോലെ ഏതാണ് ബെസ്റ്റ് 5 പേരക്ക ഇനം എന്നൊക്കെ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം എനിക്കിഷ്ടപ്പെടുന്നതല്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. കാരണം ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന വെറൈറ്റി ആണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് കുറച്ച് മുന്നത്തെ ഒരു വീഡിയോ ആണ്, അപ്പോൾ പലരും അത് കാണുന്നുണ്ടാവില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു 10-28 പ്ലാന്റ് പേരക്കൻ്റെ ഇനത്തിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കായ്ഫലം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ചെറിയ സ്ഥല സൗകര്യമൊക്കെ ഉള്ളവർ, ഇപ്പോൾ 1, 2, 3 മാക്സിമം പോയാൽ ഒരു 5 പ്ലാന്റ് ഒക്കെ വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെച്ചാൽ, ഞാൻ വീട്ടിൽ ഒരു 10-28 എണ്ണം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് വെറൈറ്റികളാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നതും വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാത്തതുമായിട്ടുള്ള, ചെറിയ പൈസക്ക് നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളെ കുറിച്ചിട്ടാണ്, പേരക്ക വെറൈറ്റികളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതിലിപ്പോൾ കുറച്ച് വെറൈറ്റികളെ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പലരും പറയാം, കാരണം കമന്റിലൂടും അതേപോലെ വാട്സാപ്പിലൂടെ ഒക്കെ പറയാം, അതൊന്നല്ല ബെസ്റ്റ്, ഇതാണ് ബെസ്റ്റ്. അപ്പം ഞാൻ ഏതാണ് ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതും അതേപോലെ പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടുന്നതായിട്ടുള്ള കുറച്ച് വെറൈറ്റികളാണ് ഞാൻ പറയുന്നത്. ആ പേരക്കൻ്റെ സ്വാദിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് റെഡ് ഡയമണ്ട് പേരക്ക എന്നുള്ളത്. അപ്പോൾ റെഡ് ഡയമണ്ട് പേരക്ക എൻ്റെ വീട്ടിൽ ഞാൻ നട്ടിട്ടുണ്ട്, അതിന് കായ്ഫലം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ചെറിയ സ്ഥലമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റെഡ് ഡയമണ്ടിന് ആദ്യം മുൻഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളെ പേരക്കയിൽ എല്ലാവരും പറയുന്നതാണ് പേരക്ക പൂവിടുന്നുണ്ട്, പൂവ് കൊഴിഞ്ഞു പോവാണ്, അയച്ചാൽ കായ്ഫലം കിട്ടുന്നില്ല. അത് കൂടുതലായിട്ട് പറയുന്നത് നമ്മളെ ജപ്പാന്റെ റെഡ് ഡയമണ്ട് പേരക്കയിലാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ ഈ പൂവ് കൊഴിഞ്ഞു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അയച്ചാൽ പേരക്ക ഇനത്തിലാണെന്നുണ്ടെങ്കിൽ മറ്റു ഫ്രൂട്ട് പ്ലാന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂവ് കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള പോഷകങ്ങളോ മൈക്രോ ന്യൂട്രിയന്റ് കിട്ടാതെ വരുമ്പോൾ പൂവ് കൊഴിഞ്ഞു പോകാം. അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, ഇപ്പൊ മഴത്തുള്ളിയോ അല്ലെങ്കിൽ നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്ത്, പൂവ് കിട്ടുന്ന ടൈമിൽ നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ അതിൻ്റെ ആ തണ്ടിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ പൂവ് കൊഴിഞ്ഞു പോകും. അപ്പം അങ്ങനെ കാരണങ്ങളുണ്ട്. പക്ഷെ റെഡ് ഡയമണ്ടിൽ അതല്ലാതെ ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം കായ്ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല റെഡ് ഡയമണ്ടിൽ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനിപ്പം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അത് ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലാ പേരക്ക ഇനങ്ങളും നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കായ്ഫലം കിട്ടുക. അതേപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചും കൊടുക്കണം. പക്ഷെ നമ്മൾ റെഡ് ഡയമണ്ട് പേരക്ക ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി എന്താ വെച്ചാൽ, നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ അങ്ങനെ നമുക്ക് കായ്ഫലം കിട്ടുന്നില്ല. കാരണം പ്ലാന്റ് നമുക്ക് അധികം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് റെഡ് ഡയമണ്ട് ഇനത്തിൽ. ജപ്പാൻ പേരയിലൊക്കെ അധികം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്, ചിലർ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റുകളും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കായ്ഫലം കിട്ടാൻ ഒന്നും കൂടി ലേറ്റ് ആവുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ജപ്പാൻ റെഡ് ഡയമണ്ട് പേരക്ക എന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂവ് കൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അതിന് നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നില്ല. അതേപോലെ ലേശം ഒരു തണുപ്പുള്ള ഏരിയകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡ് ഡയമണ്ട് വെച്ചവരിതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുന്നതായിട്ട് കാണുന്നതുമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, പ്ലാന്റ് ഒരു അത്യാവശ്യം മെച്ചോർഡ് ആയാലും മാത്രമേ അതിന് കായ്ഫലം കിട്ടുന്നതായിട്ട് കാണുന്നുള്ളൂ. കാരണം നമ്മൾ പ്ലാന്റ് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കൊണ്ട് തന്നെ അതിൽ പൂവ് ഇടുന്നുണ്ട്. പക്ഷെ ആ പൂവ് നമുക്ക് കായ് ആയിട്ട് കിട്ടുന്നില്ല. കാരണം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പൂവ് കൊഴിഞ്ഞു പോവുകയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങളുണ്ടല്ലോ, പക്ഷെ പോഷകങ്ങളെ കുറവ് മൂലം അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ പൂവ് കൊഴിഞ്ഞു പോവുക. അതല്ലാതെ തന്നെ നമ്മളെ പ്ലാന്റ് ഒന്ന് മെച്ചോർഡ് ആവുന്നതിന്റെ മുന്നേ ഇടുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ സ്ഥല സൗകര്യം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 4-5 പ്ലാന്റ് വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രക്കും ടേസ്റ്റുള്ള ഈ റെഡ് ഡയമണ്ട് പേരക്ക നമ്മൾ വെക്കണമെന്നില്ല. കാരണം നമുക്ക് മറ്റു വെറൈറ്റികൾ തന്നെ നല്ല ടേസ്റ്റുള്ള പേരക്കൾ, പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന പേരക്കൾ തന്നെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ വെക്കുന്നതിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മളെ
ജപ്പാന്റെ വൈറ്റ് ഡയമണ്ട് പേരക്ക കേട്ടോ. അപ്പൊ ഈ വൈറ്റ് ഡയമണ്ടിന് നമുക്ക് മുമ്പ് നല്ല വില ഉണ്ടായിരുന്നു, 600 ഒക്കെ വില ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് 200 250 മുതൽ തന്നെ ഇതിന്റെ പ്ലാന്റുകൾ നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടുന്നതാണ്. ഞാൻ ഇതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെ നമുക്ക് കിട്ടും. സീഡ് കുറവായിരിക്കും, കാരണം ഒന്നോ രണ്ടോ സീഡ് തന്നെ അയച്ചാൽ നമ്മൾ റെഡ് ഡയമണ്ടിന് വരുന്ന അതേപോലെ തന്നെയാണ് ഇതിന്റെ സീഡ് വരിക. നല്ല ടേസ്റ്റ് ആണ്, വൈറ്റ് കളറാണ് ഉള്ളിൽ വരിക. അപ്പോൾ ഓവർ പൈപ്പ് ആവാത്ത അത്യാവശ്യം ചെനപ്പുള്ള ഒരു ടൈമിൽ തിന്നു വെച്ചാൽ നല്ല മധുരം ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിലിപ്പോ ഞാൻ കായ്ഫലം ഇത് എനിക്കിപ്പോ ഒരു 4-5 കായ് കിട്ടിയിട്ടുണ്ട്. ഈ ചെറിയ പ്ലാന്റ് തന്നെ, പ്ലാന്റ് വെച്ച് ഒരു മാസം കൊണ്ട് തന്നെ പൂവിട്ടിരുന്നു. അതൊക്കെ എനിക്ക് കായായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ശേഷം ഞാനിപ്പോ 2 ആഴ്ച മുന്നേ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്താണ്. ഇപ്പൊ വീണ്ടും പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ നട്ടു വളർത്താൻ ഇപ്പൊ ചെറിയ കുറച്ച് പ്ലാന്റ് ഒക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളെ ജപ്പാന്റെ വൈറ്റ് ഡയമണ്ട് പേരക്ക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അറക്കാക്കിരണ പേരക്ക കേട്ടോ. നമ്മളെ IIHR വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ അറക്കാക്കിരൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ അറക്കാക്കിരൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കൂടുതലായിട്ട് കിട്ടുക. ഇത് നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് കായ്ക്കും കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്, ഉള്ളിൽ റെഡ് കളറായിട്ടാണ് വരിക. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്ക, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കായ്ഫലൊക്കെ ഞാൻ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അത് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അതിന് നിറച്ച് പൂവിട്ട് വന്നിട്ടുണ്ട്, എല്ലാ ഭാഗങ്ങളിലും പൂവിട്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കായ്ഫലായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേരക്ക ഇനത്തിലൊക്കെ കൂടുതലായിട്ട് വരുന്നതാണ് വെള്ളീച്ച, അതേപോലെ ഞണ്ടും മീലിമുട്ടൻ്റെ ഒക്കെ ആക്രമണം. അപ്പോൾ ഇതിൽ അറക്കാക്കിരകളിൽ അങ്ങനെ നമുക്ക് കീടശല്യം കാണൂല കേട്ടോ. കാരണം പിന്നെ നമ്മൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ചെറിയ ചട്ടിയിൽ വരെ നമുക്ക് നട്ടു വളർത്താൻ പറ്റും. കാരണം വലിയ മരമായിട്ട് പോവാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ അറക്കാക്കിരണ്. അപ്പോൾ പേരക്കൊക്കെ ഇഷ്ടമുള്ളവരാണ്, ചെറിയ സ്ഥലമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വെറൈറ്റിയാണ് ഈ അറക്കാക്കിരണ്. നമ്മൾ നല്ല രീതിയിൽ അതിന് പരിചരണം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന് കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ അറക്കാക്കിരൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പഴുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. വെച്ചാലും നമ്മൾ യെല്ലോ കളറായിട്ട് എടുക്കുന്ന രൂപത്തിൽ എടുക്കരുത്. അങ്ങനെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഏത് പേരക്കയിനാണെന്നുണ്ടെങ്കിലും അതിന്റെ ടേസ്റ്റ് നമുക്ക് ലേശം കുറഞ്ഞതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ പേരക്ക എപ്പോഴും ഒരു ചെനപ്പ് വരുന്നൊരു ടൈം ഉണ്ടല്ലോ, ചെനപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നുവെച്ചാൽ പഴുത്ത് വന്ന് നല്ല കളറൊക്കെ വന്നിട്ട് ഒരു ക്രിസ്പി, നമ്മൾ കടിക്കുന്ന ടൈമിൽ കുറന്ന് പറഞ്ഞ ഒരു സൗണ്ട് വരുന്ന രൂപത്തിൽ നമ്മൾ പേരക്ക തിന്നണം. അങ്ങനെ തിന്നുമ്പോഴൊക്കെ അറക്കാക്കിരണ് അപാര ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അത്. ഇതേപോലെ തന്നെ അറക്കാ മൃദുല ഉണ്ട് കേട്ടോ. അപ്പൊ അറക്കാ മൃദുല എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ് ഉള്ളിൽ വരിക പൾപ്പ്. അതും ഇതേപോലെ നല്ല ടേസ്റ്റ് ഉള്ള പേരക്ക തന്നെയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ നമ്മളെ അലഹബാദ് സഫേദ എന്ന് പറഞ്ഞ പേരക്ക. അപ്പൊ അലഹബാദ് സഫേദും നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ചെറിയ സ്ഥല സൗകര്യം ഉള്ളവർക്കൊക്കെ നട്ടു വളർത്താം, പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടും. അപ്പൊ ഇതിന് പലരും പറയുന്നുണ്ട് 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടാണ് കായ്ഫലം കിട്ടുക എന്നുള്ളത്. അപ്പൊ ഈ അലഹബാദ് സഫേദ് ഞാൻ നട്ടിട്ട് ഒരു 2 മാസം കൊണ്ട് തന്നെ പൂവ് ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നിറച്ച് നമുക്ക് കായ്ഫലം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കായ്ച്ചതായിട്ടൊന്നും കാണിക്കില്ല, കാരണം എന്താ വെച്ചാൽ എല്ലാം കായ്ഫലം എനിക്ക് കിട്ടിയിട്ട് ഞാനൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു പേരക്കന്നാണ് അലഹബാദ് സഫേദ്. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ നല്ല കോമൺ ആയിട്ട് കാണുന്ന ഒരു പേരക്കയിനം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണിത്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി ആണ് നമ്മളെ VNR പേരക്ക കേട്ടോ. അപ്പൊ VNR പേര് അധികം ആൾക്കാർക്കും അറിയുന്നതാണ്, കാരണം നല്ല രീതിയിൽ വലിപ്പം വെക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കാണ് നമ്മളെ VNR പേര. നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ഒക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ്. കാരണം പൂവ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പൂവ് നമുക്ക് കായായി വരുന്നതുമാണ് കേട്ടോ. നമ്മൾ VNR പേര നട്ട് കഴിഞ്ഞാൽ ഒരു 4-5 പ്ലാന്റ് ഒക്കെ നടാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് VNR പേരും നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും പുതിയ ശിഖരങ്ങൾ വരും, അതിൽ പൂവിട്ടും കൊണ്ടാണ് വരിക. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ L49 പേരക്ക. അപ്പൊ ഈ L49 പേരക്കും അതേപോലെ നമ്മൾ കുറച്ച് പേരക്കന്റെ വെറൈറ്റികളൊക്കെ നട്ടു വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ L49. ഇതും അതേപോലെ വൈറ്റ് കളറാണ് ഇതിന്റെ പൾപ്പ് വരിക.
അപ്പോൾ റൗണ്ട് ഷേപ്പിലായിട്ടാണ് വരിക കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കാണ്. അതും ഓവർ പൈപ്പ് അല്ലാത്ത ടൈമിൽ ഒരു ചെനപ്പിലൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന പേരക്കാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ എനിക്ക് കായ്ഫലം കിട്ടിയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ പുതിയ ശിഖരങ്ങൾ വരുന്നുണ്ട്, അതിലൊക്കെ പൂവൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടും പെട്ടെന്ന് തന്നെ. നമ്മൾ പ്ലാന്റ് വെച്ച് ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ അതിൽ പൂവിട്ട് വരും. നമ്മൾ 1 വർഷം 2 വർഷം ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക്. അടുത്തായിട്ട് ഞാൻ പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ KG പേരക്ക. പിന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളെ KG പേരക്ക കേട്ടോ. അപ്പൊ KG പേരക്കും ഇതേപോലെ തന്നെയാണ് നമ്മള് KG പേര, അതേപോലെ തായ്വാൻ പിങ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ തായ്വാൻ പിങ്കും നമുക്ക് നട്ടു വളർത്താം. അപ്പൊ തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പ്ലാന്റ് വെക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ തായ്വാൻ പിങ്ക് നട്ടു വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പൊ KG പേര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ്. നല്ല വലുപ്പത്തിലുള്ള കായാണ് കിട്ടുക. ഒന്നെ കിട്ടുക എന്നുണ്ടെങ്കിൽ 500 ഗ്രാമിന്റെ മേലെ എന്തായാലും അതിന് തൂക്കം വരും. ഞാൻ അതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പേരക്കാണ്. അതും ഓവർ പൈപ്പ് ആയിട്ട് തിന്നാതെ ലേശം ചെനപ്പിൽ തിന്നുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടട്ടോ. അതും ഇതേപോലെ തന്നെ നടാൻ വേണ്ടി ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. ഞാനിപ്പോ ഈ ഒരു ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. ഇതിന്ന് കായ്ഫലം എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. കാരണം ഒരുപാട് കായ്ഫലം കിട്ടും, നല്ല വലുപ്പമുള്ള കായ്ഫലം കിട്ടും. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ അതിലൊക്കെ പൂവിട്ടിട്ട് വരുന്നതുമാണ് കേട്ടോ. അപ്പൊ ഞാൻ 5-6 വെറൈറ്റികൾ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ. ഇനി ഇതല്ലാതെ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. അതൊന്നും മോശം എന്നല്ല പറയുന്നത്. കാരണം പലരും വീട്ടിൽ അതൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ടേസ്റ്റുള്ള പേരൊക്കെ, ഓരോന്നിനും ഓരോരോ ടേസ്റ്റാണ് പേരക്കൊക്കെ. ഇപ്പൊ ഞാൻ തന്നെ വീട്ടിൽ നട്ടു വളർത്തിയിട്ടുള്ള മാതിരി പേരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണ് മാതിരി പേര. അതിന്റെ റിവ്യൂ ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ നിങ്ങളോട് നട്ടു വളർത്താൻ പറയാത്തതെന്ന് വെച്ചാൽ ആ പ്ലാന്റ് കിട്ടാനില്ല. ഒട്ടുമിക്ക നഴ്സറിയിലും ചോദിച്ചിട്ട് ആ പ്ലാന്റ് കിട്ടാനില്ല. ഞാനിപ്പോൾ ഇതിന്റെ മുന്നേ റിവ്യൂ നടത്തിയപ്പോൾ ഒരുപാട് പേര് എന്നെ പറഞ്ഞു, പല നഴ്സറിയിലും ഞാൻ ചോദിച്ചു, അതിന്റെ കിട്ടാനില്ല. അതേപോലെ തന്നെ ജപ്പാന്റെ ഗോൾഡ് 9 എന്നുള്ള പലരും പറയുന്നത് അങ്ങനെ ഒരു വെറൈറ്റി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ 2 പ്ലാന്റ് എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അയച്ചാൽ ഇപ്പോൾ മാതിരി പേര കിട്ടിയത് എടപ്പാളുള്ള ഒരു സുഹൃത്തിന്റെ അടുത്ത് നിന്ന് അവിടുന്ന് ഞാൻ എയർലെയർ ചെയ്തിട്ട് കൊണ്ടുവച്ചതാണ്. അപ്പോൾ അത് കൊണ്ടുവച്ച് ഒരു 2 മാസം ആയപ്പോൾ തന്നെ എനിക്ക് അതിന് കായ്ഫലം കിട്ടിയിരുന്നു. നല്ല ടേസ്റ്റുള്ള പേരക്കാണ് മാതിരി പേര. പക്ഷെ പ്ലാന്റ് കിട്ടാനില്ല. ഞാനിപ്പോൾ എയർലെയർ ചെയ്യുന്നുണ്ട്. കാരണം അതിന് കുറച്ച് പ്ലാന്റ് മാറ്റിയൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ജപ്പാന്റെ ഗോൾഡ് 9 എന്നുള്ള പേരക്കും നമ്മൾ വൈറ്റ് ഡയമണ്ട് പോലെ തന്നെ വൈറ്റ് കളറാണ് വരിക. ഉള്ളിൽ സീഡ് 1-2 സീഡൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുള്ള പേരക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്ലാന്റ് ഇവിടെ ബാക്കിലുണ്ട്. ഞാൻ ഇതിന്റെ മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം എനിക്ക് കായ്ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് 9 എല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു വെറൈറ്റി ഇല്ല, ഇവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ ഒരു പ്ലാന്റ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അയച്ച ഒരു കക്കോടി, ഇവിടെ കോഴിക്കോടുള്ള കക്കോടിയുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്നാണ് ആ പ്ലാന്റ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഞാൻ ഒരു പ്രാവശ്യം ലിയാ ഗാർഡനിൽ പോയപ്പോൾ ലിയാ ഗാർഡനിലും ജപ്പാന്റെ ഗോൾഡ് 9 വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു വർഷം മുന്നേ. പക്ഷെ ഇപ്പം വിളിച്ച് ചോദിക്കുമ്പോൾ ആ പ്ലാന്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതും നല്ല വെറൈറ്റി തന്നെയാണ്. പക്ഷെ അതൊക്കെ ഞാൻ ഒരാളോട് പറയാത്ത എന്താ വെച്ചാൽ ആ പ്ലാന്റ് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്ത കേട്ടോ. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പേരക്കിന്റെ തൈ നടുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ നട്ടു വളർത്തുന്നതാണ് നമ്മളെ തായ്വാൻ പിങ്ക് പേരക്ക. വെച്ചാൽ നല്ല വലുപ്പത്തിൽ വരും പേരക്ക. അതേപോലെ ഉള്ളിൽ പിങ്ക് ആയിട്ടൊക്കെയാണ് വരിക. അപ്പൊ അതും ഞാൻ കൂടുതൽ സ്ഥല സൗകര്യം ഉള്ളവർ നട്ടു വളർത്താൻ മതി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തായ്വാൻ പിങ്ക് നട്ടവർക്ക് അറിയാം നല്ല വലുപ്പത്തിലും നല്ല ഷേപ്പിലൊക്കെ പേരക്ക വരും. കാണുമ്പോൾ നല്ല രസമൊക്കെയാണ്. പക്ഷെ അത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ചിലതിൽ കളറ് കുറവായിരിക്കും, അതേപോലെ മധുരം കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരാറുണ്ട്. കാരണം നല്ല ഇപ്പൊ പേരക്കന്റെ ഇപ്പൊ നമ്മൾ അറക്കാക്കിരനൊക്കെ കിട്ടുന്ന പോലത്തെ മധുരമൊന്നും നമുക്ക് തായ്വാൻ പിങ്കിൽ നിന്ന് കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വെക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഇപ്പൊ ഒരു 4-5 പ്ലാന്റ് കഴിഞ്ഞിട്ടും നമുക്ക് പേരക്കന്റെ വെറൈറ്റികൾ വെക്കണം എന്നുള്ളവർക്കൊക്കെ നട്ടു വളർത്താം. തായ്വാൻ പിങ്ക് നട്ടു വളർത്താം. പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും. നല്ല നിറച്ച് കായ്ഫലം കിട്ടും. അത്യാവശ്യം വലിയ ഫ്രൂട്ട് തന്നെ ആയിരിക്കും അതിന് വരിക കേട്ടോ. അപ്പൊ അത് നമ്മൾ പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഴുക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം തായ്വാൻ പിങ്ക് പഴുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ തണ്ടിന്റെ അവിടുന്ന് വെള്ളം ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ നമ്മൾ നനച്ചു കൊടുത്തിട്ടാണെങ്കിലും അല്ലാതെ ഇപ്പൊ മഴ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ 3 ഭാഗം ചീഞ്ഞ് വരലുണ്ട്. തായ്വാൻ പിങ്ക് ഓവർ പഴുക്കാൻ വേണ്ടി നമ്മൾ വെച്ചാൽ അങ്ങനെ ചീഞ്ഞ് വരും. അപ്പൊ കഴിയുന്നതും ഒരു ചെനപ്പുള്ള ടൈമിൽ അയച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു ടൈമിൽ നമ്മൾ തായ്വാൻ പിങ്ക് പറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതേപോലെ കൂടുതൽ സ്ഥല സൗകര്യമൊക്കെ ഉള്ളവർക്ക് നട്ടു വളർത്താൻ പറ്റിയാണ് നമ്മളെ സ്ട്രോബെറി പേര, യെല്ലോ സ്ട്രോബെറി പേര. ഇതിപ്പോ ഒരു യെല്ലോ സ്ട്രോബെറി പേരാണ്. ഇതിപ്പോ കായ്ച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കായ്ച്ചിരുന്നു. കുറെ കായ്ഫലം കിട്ടിയിരുന്നു. പൂവിട്ടതൊക്കെ ഞാനിപ്പോ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു സുഖമില്ലാതൊക്കെ. അപ്പൊ അതിൽ കുറെ കുമിൾ രോഗം വന്നിട്ടൊക്കെ പൂവിട്ടതും അതേപോലെ തണ്ടൊക്കെ ഒടിഞ്ഞു പോയിരുന്നു. ഇപ്പൊ രണ്ടാമത് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ശിഖരങ്ങളൊക്കെ വരികയാണ്. അപ്പൊ ഇതിലിപ്പോ ഒരു 5-6 കായ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് യെല്ലോ സ്ട്രോബെറി പേരാണ് കേട്ടോ. ഇതിന്റെ അതേപോലെ തന്നെ നമ്മളെ സ്ട്രോബെറി പേരുണ്ട്. ഇതും അതേപോലെ എനിക്ക് കായ്ഫലൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇതും നമുക്ക് നട്ടു വളർത്താം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്.
അപ്പൊ ഇതിലൊക്കെ കായ്ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 1 വർഷമെങ്കിലും കഴിയണം കേട്ടോ. അപ്പോഴൊക്കെയാണ് നമുക്ക് ഇതിന് കായ്ഫലം കിട്ടുക. ഇതേപോലെ ചട്ടിയിലൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ സ്ട്രോബെറി പേരും അതേപോലെ തന്നെ യെല്ലോ സ്ട്രോബെറി പേരൊക്കെ. അപ്പൊ ഈ പ്ലാന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളവരും അതിൽ ഒരു 4-5 പ്ലാന്റിൽ കൂടുതൽ പേരക്കിന്റെ വെറൈറ്റി വെക്കാൻ ആശയമുള്ളവർക്കൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റികളാണ്. അതേപോലെ തന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെ പർപ്പിൾ ഫോറസ്റ്റ് പേരക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്കൊരു കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ ഇട്ട് പോകാന്നുണ്ടെങ്കിൽ ഒരു 2 വർഷത്തിന് മേലെ എന്തായാലും എടുക്കും. എനിക്ക് ഇപ്പൊ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത് പൂവിട്ടിരുന്നു, പക്ഷെ എനിക്ക് അതിന് കായ്ഫലം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ 2 വർഷം കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കായ്ഫലം കിട്ടും തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ വെറൈറ്റികൾ കൂടുതൽ വെക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഈ പർപ്പിൾ ഫോറസ്റ്റ് പേരക്ക. അപ്പൊ ഇതിന് വില എന്ന് പറഞ്ഞ ഒരു 600 മാർക്കറ്റിലെ റേറ്റ് ഞാൻ വാങ്ങുന്ന ടൈമിലുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണോ വില കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും കൂടുതലായിട്ട് വെക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നഴ്സറികളിലൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കുക. ഈ വെറൈറ്റി ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നട്ടു വളർത്താൻ പറ്റുന്നതാണ്. അതേപോലത്തെ ഒരു വെറൈറ്റി തന്നെയാണ് നമ്മൾ ഈ വയലറ്റ് പേരക്ക കേട്ടോ. ഇത് നമ്മൾ കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 വർഷം എന്തായാലും കഴിയണം. ഇതിപ്പോ എനിക്ക് 1 പ്രാവശ്യം കായ്ഫലം കിട്ടിയിരുന്നു. അതിന്റെ ശേഷം ഞാനിപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ മറ്റു പേരക്ക ചെടീനെ അപേക്ഷിച്ചിട്ട് സ്ലോ ആയിട്ടാണ് ഇതിന്റെ വളർച്ച ഒക്കെ വരിക കേട്ടോ. അപ്പോൾ പൂവിടാന്നുണ്ടെങ്കിലും അതേപോലെ ചെടി നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താലും ലേശം സ്ലോ ആയിട്ടാണ് ഇതിന്റെ വളർച്ച വരിക. അപ്പൊ ഇതിന്റെ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു പേരക്ക വെറൈറ്റികൾ പറഞ്ഞ പോലെ അപാര മധുരം അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമല്ല. പക്ഷെ എന്നാലും നമുക്ക് വീട്ടിൽ നട്ടു വളർത്തി അത്യാവശ്യം ഒരു ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു പേരക്ക തന്നെയാണ് കേട്ടോ ഈ വയലറ്റ് പേരക്ക. അപ്പൊ ഈ പറഞ്ഞ വെറൈറ്റികൾ മാത്രമല്ല പേരക്കയിലുള്ള ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. അതൊക്കെ പലർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റികളും ആണ്. അപ്പോൾ കൂടുതൽ സ്ഥലമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പേരക്ക എന്ന് പറഞ്ഞാൽ അത്രക്കും ചെയ്യണം. ഫ്രൂട്ടിൽ മാവ് പേരക്ക ഇതാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ 3 സെന്റ് സ്ഥലവും അതിലൊരു 600 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. അപ്പൊ അതിലാണ് ഞാൻ ഇത്രക്കും തോന്നെ പ്ലാന്റുകൾ വെച്ചത്. അപ്പൊ ആ വെച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ള മാവിൻ്റെയും പേരക്കിൻ്റെയും വെറൈറ്റികളാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള കൊണ്ടാണ് ആ ഫ്രൂട്ടിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പ്ലാന്റുകൾ വെക്കണം. അപ്പൊ അങ്ങനെ വീട്ടിൽ കൂടുതലായിട്ട് പേരക്കിന്റെ വെറൈറ്റി വെക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റികൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞത് കൂടാതെ തന്നെ അതിനൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് നട്ടു വളർത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ പേരക്ക നട്ടു വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചട്ടിയിലോ മണ്ണിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാം. അപ്പൊ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നട്ടു വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുമ്പോഴും ഇനിയിപ്പോൾ പ്ലാന്റ് നട്ടിട്ട് പ്ലാന്റ് നമ്മൾ മണ്ണിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷെ പുതിയതായിട്ട് ശിഖരങ്ങളൊന്നും വരില്ല. ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. മഴ ഇല്ലാത്ത ടൈമിലൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിന് ആ പുതിയ ശിഖരം വരുമ്പോൾ തന്നെ അതിന് പൂവിട്ടും കൊണ്ടാണ് വരിക. അപ്പൊ ആ പൂവിന് നമുക്ക് കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പൊ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പേരക്ക നട്ടു വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളം നല്ല കൊടുക്കണം കേട്ടോ. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മണ്ണിൽ ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ പേരക്ക ചെടികൾ പെട്ടെന്ന് തന്നെ വാടിപ്പോകും. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വളങ്ങൾ ഓവറായിട്ട് അമിതമായിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ കായ്ക്കാൻ വേണ്ടി അമിതമായിട്ട് വളം കൊടുക്കണം എന്നൊന്നുമില്ല. എല്ലാ പ്ലാന്റിനും നമ്മൾ കൊടുക്കുന്ന വളം കൊടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ നമ്മൾ വളങ്ങൾ കൊടുത്താൽ മതി. പക്ഷേ ചെടി നടുന്ന ടൈമിൽ പോട്ട് മിക്സിൽ വളങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നടാം. പിന്നീട് ഒരു 2-3 മാസം കൂടുന്ന ടൈമിലൊക്കെ നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജൈവ സ്ലറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന NPK വളങ്ങളുണ്ടല്ലോ, 19 ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ നാനോ യൂറിയ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു 15 ദിവസത്തെ ഗ്യാപ്പിലെങ്കിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി മണ്ണിലൂടെ ജൈവ രൂപത്തിലും മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, മൈക്രോ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ അതിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മൈക്രോ ഫുഡ് നമ്മൾ മണ്ണിലും ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് പോയാൽ മതി. ഇനിയിപ്പോൾ കീടശല്യം വരിക എന്ന് പറഞ്ഞാൽ പേരക്കൽ കൂടുതലായിട്ട് വരുന്നതാണ് നമ്മളെ മീലിമൂട്ടന്റെ ശല്യം, അതേപോലെ വെള്ളീച്ചന്റെ ശല്യമൊക്കെ. അപ്പൊ അതിനൊക്കെ നമ്മളൊരു ആഴ്ചയിൽ കറക്റ്റായിട്ട് നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ഇപ്പോൾ കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് പോകുക വെച്ചാൽ അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരൂല. പിന്നെ അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനും കുമിൾ രോഗവും കൂടുതലായിട്ട് മഴക്കാലത്ത് നമ്മളെ പേരക്കൻ്റെ വരും. വെച്ചാൽ തളിരില വരുമ്പോൾ തന്നെ കറുത്തും കൊണ്ട് വരിക, തണ്ടിലൊക്കെ കറുപ്പ് വരിക. അപ്പൊ അതിന് അങ്ങനെ വരുന്നത് കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സൂഡോമോണസ് ഒരു ഇടവേളകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് വരില്ല, മഴക്കാലത്താണ് കൂടുതലായിട്ട് വരും കേട്ടോ. അത് ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കുക. കാരണം നമ്മൾ ചുവട്ടിലൊന്നും ഇട്ട് കൊടുക്കാതെ അത് നശിപ്പിക്കുക. അതിനുശേഷം നമ്മൾ സാഫ് ഇപ്പോൾ രാസരൂപത്തിലാണെന്നുണ്ടെങ്കിൽ സാഫ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2 ഗ്രാം എടുത്ത് ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ അങ്ങനത്തെ രോഗങ്ങൾ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കൂടുതലായിട്ടുള്ള അസുഖങ്ങളൊന്നും നമ്മളെ പേരക്കയിൽ അങ്ങനെ വരാറില്ല കേട്ടോ.
അതേപോലെ തന്നെ നമ്മൾ പേരക്ക ചെടിയൊക്കെ നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ വലിയ ഡ്രമ്മിലൊന്നും കൊണ്ടുപോയിട്ട് വെക്കാതിരിക്കുക. കാരണം അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഫുള്ളായിട്ട് ആ ചെടിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ നടുമ്പോൾ തന്നെ ചെറിയ പോട്ടിൽ ബി ഷേപ്പുള്ള പോട്ട്, ഞാൻ അതിന്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ബി ഷേപ്പുള്ള പോട്ടിലേക്ക് നടാം. പിന്നെ അതിന്റെ വളർച്ചക്കനുസരിച്ച് മേലെ വേരുകളൊക്കെ കാണാന്നുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറ്റാനും സുഖമാണ്. ബി ഷേപ്പുള്ള പോട്ടാന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഊരിയിട്ട് വലിയ പോട്ടിലേക്ക് അങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്തിട്ട് വളമിട്ട് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് നട്ടാൽ 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് അതിന് കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പൊ പേരക്ക ചെടി വീട്ടിൽ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ചിട്ട് അതേപോലെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടും ഈ പറഞ്ഞ വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നടാൻ പറ്റുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്